ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് ഉത്തരവിട്ടത്. അന്വേഷണം സ്വയം നടത്തുകയോ അല്ലെങ്കിൽ വിഷയം ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. BJP പ്രവർത്തകന്റെ ഹർജിയിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ കേസെടുക്കാനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. BJP പ്രവർത്തകന്റെ ഹർജിയിലാണ് ഈ ഒരു നടപടി. ഈ ഹർജിയിൽ എന്തൊക്കെയാണ് പ്രധാനമായും പരാമർശിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? കർണാടക സ്വദേശിയായ BJP പ്രവർത്തകൻ വിഘ്നേഷ് ശിശറാണ് ഈ ലക്നൌ കോടതിയെ സമീപിച്ചത്, ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നും ഇത് തെളിയിക്കുന്ന രേഖകളും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ചില ഇമെയിലുകളും ഒക്കെ തൻ്റെ പക്കലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിഘ്നേഷ് ശിശർ ആദ്യം ലക്നൌവിലെ PMLA കോടതിയെയാണ് സമീപിച്ചത്. പക്ഷേ PMLA കോടതി അത് തള്ളുകയാണ് ചെയ്തത്. കാരണം കോടതിക്ക് ഇത്തരം കേസുകൾ പരിഗണിക്കാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ച് കഴിഞ്ഞ ജനുവരി 28-ന് ലക്നൌ PMLA കോടതി ഈ ഹർജി തള്ളിയിരുന്നു. കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി. പിന്നീടാണ് ഹർജി ഒരു അപ്പീലുമായി ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിനെ ഈ ശിശിർ സമീപിക്കുന്നത്. ഏതായാലും ഇന്ന് അതിൽ വാദം കേട്ട കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ആരോപണത്തിൽ ശരിയായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിയമം അനുസരിച്ച് വിഷയം പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുക, അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ വേണ്ടി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഉത്തർപ്രദേശ് സർക്കാരിനാണ് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ സർക്കാർ നേരിട്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ലക്നൌ ബെഞ്ച് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, വ്യക്തമാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം വന്നിരിക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇരട്ട പൗരത്വമാണ് ഈ ഒരു കേസിലാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അന്വേഷണം സ്വയം നടത്തുകയോ അല്ലെങ്കിൽ വിഷയം ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറുകയോ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകന്റെ ഹർജിയിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ് ആണ്.